ഷാനുവിന്റെ ഉമ്മയല്ലേ? അതെ. ഞാൻ സബാന്റെ ഉപ്പാപ്പനാ, ലൂയിസ്. ആ, കേട്ടിട്ടുണ്ട്. ഇതെന്റെ ചങ്ങാതിയാ, നമ്പിടി. ആ, മഹാദേവൻ നമ്പിടി. ഇവിടെ അടുത്തുവരെ വന്നപ്പോ വെറുതെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. എന്നാ കേറിയിരിക്കെ. അയ്യോ, ഇരിക്കുന്നില്ല, പോയിട്ട് തിരക്കുണ്ട്. അല്ല, ഷാനു സബാനും മരിച്ചതിൽ പിന്നെ പൂജയുടെ വല്ല വിവരമുണ്ടോ? ഞെട്ടണ്ട, എല്ലാം എനിക്കറിയാം. ഇനിയെങ്കിലും ആ സത്യം ഞാൻ തുറന്നു പറയാം. ഷാനും പൂജയും കൂടി ഒളിച്ചോടാൻ തീരുമാനിച്ച രാത്രിയില്ല ആ അപകടം ഉണ്ടായത്. അവര് വരാനിരുന്നത് ഞങ്ങളുടെ അടുത്തേക്കാ, ഹൈ റേഞ്ചിലേക്ക്. പക്ഷെ എന്തിയാ, വിധി അനുവദിച്ചില്ല. ഇച്ചായന്റെ മോനാണെങ്കിലും സബാൻ എനിക്ക് കൂട്ടുകാരനെ പോലെയായിരുന്നു. പിന്നെ ഞങ്ങളോട് പറയാത്ത രഹസ്യങ്ങളുമില്ല. സബാന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്ന നിലയിൽ ഷാനുവും ഞങ്ങൾക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഷാനു ഒരുപാട് തവണ സബാന്റെ കൂടെ അവിടെ ഹൈ റേഞ്ച് വന്നിട്ടുണ്ട്. അവൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്നത് ഇത് ഷാനുവിന്റെ ഉമ്മയെ ഏൽപ്പിക്കാനാ. എന്താ ഇത്? താലിയാ. ഷാനു പൂജ അണിയിക്കാൻ കരുതി വെച്ച താലിയാ. അവരുടെ കല്യാണം ഹൈ റേഞ്ച് വെച്ച് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചേക്കായിരുന്നു. പക്ഷേ ഷാനുവിന് അതിനുള്ള വിധി ഉണ്ടായില്ല. ഈ താലി ഷാനുവിന്റെ ഉമ്മയ്ക്കുള്ളതാ. എനിക്കെന്തിനാ ഇത്? ഉമ്മ ഇത് പൂജയെ ഏൽപ്പിക്കണം. ഉമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞങ്ങൾ കൊണ്ട് കൊടുത്തോളാം. അവൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാ മതി. അവൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അറിയില്ലെന്നാണോ പറയില്ലെന്നാണോ? അറിയില്ല. അല്ല, അവ ഷാനു മരിച്ച ശേഷം പൂജ ഉമ്മയെ കാണാൻ വന്നിട്ടേയില്ലേ? വിളിച്ചിട്ടുമില്ല? ഇല്ല. എന്നാലും ഈ താലി ഉമ്മയുടെ കയ്യിലിരിക്കട്ടെ. എന്നാണെങ്കിൽ അവള് വന്നാ കൊടുക്കാലോ. ഇത് വെച്ചോളൂ ഉമ്മ, ഞങ്ങളുടെ കയ്യിലിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. വാങ്ങിച്ചോ ഉമ്മ, എടുത്തോളൂ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഉമ്മ. ഇതെന്റെ വിസിറ്റിംഗ് കാർഡാ. പൂജയെ കണ്ട് ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാ മതി. അവളും ഞങ്ങൾക്ക് കൂടപ്പറപ്പിനെ പോലെയാ. ഞങ്ങളുടെ ഷാനുവിന്റെ പെണ്ണല്ലേ അവള്. പോട്ടെ ഉമ്മ. പൂജമോളെ കുറിച്ച് എന്നതേലും വിവരം കിട്ടിയ അപ്പ തന്നെ വിളിച്ച് പറയണേ. ഇറങ്ങട്ടെ. ഇറങ്ങട്ടെ.